BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ബയോകെമിസ്ട്രി ബുദ്ധിമുട്ടാകുന്നത് ചാപ്റ്റർ വലുതായതുകൊണ്ടല്ല, പഠിക്കുന്ന ഓർഡർ തെറ്റായതുകൊണ്ടാണ്. പലരും ചാപ്റ്റർ തുറന്ന ഉടനെ ഡെഫിനിഷൻസ്, എൻസൈംസ്, റിയാക്ഷൻസ് എല്ലാം ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആകും. ഇത്രയും സ്റ്റെപ്സ് എങ്ങനെ ഓർക്കുമെന്ന പേടി നിങ്ങൾക്ക് വരും, അല്ലെ? ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഇതാണ്: ഈ പ്രോസസ് ശരീരത്തിന് എന്തിനാണ് വേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഗ്ലൈക്കോളിസിസ്. ആദ്യം സ്റ്റെപ്സ് പഠിക്കരുത്, ആദ്യം അതിന്റെ പർപ്പസ് മനസ്സിലാക്കുക. ഗ്ലൂക്കോസിനെ എനർജി ആക്കി മാറ്റാനാണ് ഗ്ലൈക്കോളിസിസ്. ഇത് മനസ്സിലാക്കിയാൽ ഗ്ലൂക്കോസ് ഒരു ജേർണി തുടങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ സ്റ്റെപ്സ് ലിസ്റ്റ് പോലെയല്ല, സ്റ്റോറി പോലെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. പേഷ്യന്റ് കെയറിൽ ഗ്ലൂക്കോസ്, ഡയബറ്റിസ്, വീക്ക്നെസ്, എനർജി ലോസ് ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഈ ബേസിക്സ് നിങ്ങളെ സഹായിക്കും. അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ഡെഫിനിഷൻ അല്ല, പർപ്പസ് കണ്ടെത്തി നോക്കൂ. ബയോകെമിസ്ട്രി ഈസിയായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. ഇങ്ങനെ സിമ്പിളായി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.